ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പാണൻകുഴി ഇക്കോ ടൂറിസത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടവഞ്ചി സവാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വന്നു, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു, കുട്ടവഞ്ചിയിൽ കയറി കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുട്ടവഞ്ചി സവാരി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ കപ്രിക്കാട് അഭയാരണ്യം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ, ഞങ്ങൾ 4 പേരാണ് അന്ന് ഉണ്ടായിരുന്നത്, 4 പേർക്ക് 4 ഡിസ്കൗണ്ട് കൂപ്പൺ അവർ തന്നു. അവർ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞത് അത് കുട്ടവഞ്ചി സവാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡിസ്കൗണ്ട് കൂപ്പണാണെന്നാണ്. പക്ഷേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് ഒരു എൻട്രി കൂപ്പണുണ്ട്. എൻട്രി കൂപ്പണിന് 50 രൂപയാണ്. ആ എൻട്രി കൂപ്പണാണ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നത് ഇവർ. ആ ഡിസ്കൗണ്ട് കൂപ്പൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടവഞ്ചി സവാരിക്ക് വേണ്ടിയിട്ട് 4 പേർക്ക് വേണ്ടിയിട്ട് 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ചൂട് അനുഭവപ്പെട്ടു എന്നതിൽ അല്ലാതെ ബാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ അധികം വെള്ളമൊന്നും ഇപ്പോൾ ഈ സമയത്തില്ല. അപ്പോൾ വെള്ളം അധികം വരുന്ന സമയത്ത് ഇതിൻ്റെ സർവീസ് നിർത്തി വയ്ക്കുമെന്നാണ് അവർ പറഞ്ഞ് കേട്ടത്. എന്നാൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് 2 ആഴ്ചയാണ് ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എതിരെ വേറെ ഒരു കുട്ടവഞ്ചിയിൽ ആളുകൾ വരുന്നുണ്ട്. അവരെല്ലാം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർക്കാണെന്ന് പറഞ്ഞു അവരോട്. നേരെ എതിർവശം മലയാറ്റൂർ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നീങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടവഞ്ചി കൂടെ വരുന്നുണ്ട്. അതിൽ നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കൈ വീശി കാണിക്കുന്നുണ്ട്. നമ്മളും തിരിച്ച് അവരെ വിഷ് ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ നമ്മളോട് ചോദിച്ചു, വഞ്ചി കറക്കണോ എന്ന് ചോദിച്ചു. കുട്ടവഞ്ചി കറക്കണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കറക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടവഞ്ചി കറക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായി. പിന്നെ കുറേ സമയം ഞങ്ങൾ ഒരു അരമണിക്കൂറാണ് നമുക്ക് കുട്ടവഞ്ചി സർവീസിന് വേണ്ടിയിട്ട് അവർ സമയം തരുന്നത്. നമ്മളെ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ആ അരമണിക്കൂർ നമ്മളെ കുട്ടവഞ്ചിയിൽ അവർ സവാരി ചെയ്യിക്കും. പിന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചുറ്റും വനമാണല്ലോ. അപ്പോൾ നമ്മൾ കുട്ടവഞ്ചി സവാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് 400 മീറ്റർ നമ്മൾ കാനനപാതയിലൂടെ നടന്നാണ് നമ്മൾ കുട്ടവഞ്ചി കടവിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റും നല്ല പച്ച മരങ്ങളും പിന്നെ വളരെ എന്താ പറയുക, നേച്ചറുമായിട്ട് അടുത്ത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ പോയത് നട്ടുച്ച നേരത്താണ്. പക്ഷേ എങ്കിൽ പോലും ചെറിയ ചൂടുണ്ടായിരുന്നു എന്ന് ഉള്ളത് ശരിയാണ്. പക്ഷേ ഒരു 3 മണി ടൈമൊക്കെ ആയിക്കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും അത്ര വെയിലൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടെ നല്ല കാറ്റൊക്കെയുള്ള കാലാവസ്ഥയായിരിക്കും. പിന്നെ അവിടെ ട്രീ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ട്രീ ഹട്ടിലൊക്കെ കയറി അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഒരു കടയുണ്ട്. അത് ഇക്കോ ടൂറിസത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അത്യാവശ്യം സ്നാക്സ്, ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പിന്നെ കുളിക്കടവുണ്ട് കേട്ടോ. കുളിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. വലിയ ആഴമൊന്നും ഇല്ലാതെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ കുളിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.